എഴുന്നേറ്റ് നിൽക്കാം. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 45 മുതലുള്ള തിരുവചനങ്ങൾ. യേശുവിനെ വധിക്കാൻ ആലോചന. മറിയത്തിൻ്റെ അടുക്കൽ വന്നിരുന്ന യഹൂദരിൽ വളരെ പേർ അവൻ പ്രവർത്തിച്ചത് കണ്ട് അവനിൽ വിശ്വസിച്ചു. എന്നാൽ അവരിൽ ചിലർ ചെന്ന് യേശു പ്രവർത്തിച്ച കാര്യങ്ങൾ ഫരീസയരോട് പറഞ്ഞു. അപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരീസയരും ആലോചനാ സംഘം വിളിച്ചുകൂട്ടി പറഞ്ഞു, നാം എന്താണ് ചെയ്യേണ്ടത്? ഈ മനുഷ്യൻ വളരെയധികം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നല്ലോ. അവനെ നാം ഇങ്ങനെ വിട്ടാൽ എല്ലാവരും അവനിൽ വിശ്വസിക്കും. അപ്പോൾ റോമാക്കാർ വന്ന് നമ്മുടെ വിശുദ്ധ സ്ഥലത്തെയും ജനത്തെയും നശിപ്പിക്കും. അവരിൽ ഒരുവനും ആ വർഷത്തെ പ്രധാന പുരോഹിതനുമായ കയ്യഫാസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ. ജനം മുഴുവനും നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല. അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല, പ്രത്യുത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു. ജനത്തിനു വേണ്ടി മാത്രമല്ല, ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിനു വേണ്ടിയും അന്നു മുതൽ അവനെ വധിക്കാൻ അവർ ആലോചിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് യേശു പിന്നീടൊരിക്കലും യഹൂദരുടെ ഇടയിൽ പരസ്യമായി സഞ്ചരിച്ചില്ല. അവൻ പോയി മരുഭൂമിക്കടുത്തുള്ള എഫ്രൈം പട്ടണത്തിൽ ശിഷ്യരോടൊത്ത് വസിച്ചു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുൻപേ ജെറൂസലേമിലേക്ക് പോയി. അവർ യേശുവിനെ അന്വേഷിച്ചുകൊണ്ട് ദേവാലയത്തിൽ വെച്ച് പരസ്പരം ചോദിച്ചു, നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? അവൻ തിരുനാളിന് വരികയില്ലെന്നോ? കർത്താവിൻ്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഏപ്രിൽ മാസം 11-ാം തീയതി ഈ വെള്ളിയാഴ്ച രാത്രിയിൽ നമ്മൾ ദിവ്യകാരുണ്യനാഥൻ്റെ ചുറ്റും ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്നതുപോലെ ഇരിക്കുമ്പോൾ, ഈ രാത്രിയിൽ ഈശോ നമ്മെ എന്തിനു വേണ്ടിയാണ് ഈശോ മരണത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി ഈശോ ഉപയോഗിക്കുന്നത് ഈശോയുടെ ശത്രുക്കളെയാണ്. ഈശോയെ കൊല്ലാൻ നോക്കുന്നവരുടെ അധരങ്ങളിലൂടെ ഈശോയുടെ മരണത്തിൻ്റെ ലക്ഷ്യം ഈശോ വെളിപ്പെടുത്തുകയാണ്. ചില നേരത്ത് നമ്മെക്കുറിച്ച് നല്ലത് പറയാൻ നമ്മുടെ ശത്രുക്കളുടെ നാവുകളെ ദൈവം ഉപയോഗിക്കും. ഈശോയുടെ മരണത്തെക്കുറിച്ച് പ്രവചിക്കാൻ, മരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യത്തെക്കുറിച്ച് പ്രവചിക്കാൻ ദൈവം ഉപയോഗിക്കുന്നത് ഈശോയെ കൊല്ലുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ച, അതിന് നേതൃത്വം വഹിച്ച പ്രധാന പുരോഹിതനായ കയ്യഫാസിനെയാണ്. കയ്യഫാസ് പറയുകയാണ്, ജനം മുഴുവനും നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? അച്ഛൻ ആവർത്തിക്കാം.
കയ്യഫാസ്, പ്രധാന പുരോഹിതനായ കയ്യഫാസ് പറയുകയാണ്, ജനം മുഴുവനും നശിക്കാതിരിക്കാൻ അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? ഈശോയുടെ മരണത്തെ സംബന്ധിച്ച ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. കയ്യഫാസ് അത് പറയുന്നത് ദുരുദ്ദേശത്തോടു കൂടെയാണെങ്കിലും, അല്ലേ, നമ്മുടെ ശത്രുക്കൾ അത് പറയുന്നത് ദുരുദ്ദേശത്തോടു കൂടെയാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഇല്ലാതെയാക്കണം, കൊന്നുകളയണം എന്നുള്ള ഒരു ലോജിക്കോടുകൂടെയാണ് കയ്യഫാസ് അത് പറയുന്നത്. നല്ല ഉദ്ദേശത്തോടു കൂടി പറഞ്ഞൊന്നുമല്ല, അവനെക്കുറിച്ചൊരു പോസിറ്റീവ് പറയാമെന്ന് വിചാരിച്ച് പറഞ്ഞതുമല്ല. എങ്കിലും പറഞ്ഞപ്പോൾ അത് സുപ്രധാനമായൊരു പ്രവചനമായി മാറി എന്നുള്ളതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് അങ്ങനെ ചില കുറുക്കുവഴികളുണ്ട്. നമ്മളെ എതിർക്കുന്നവരെ കൊണ്ട് തന്നെ, നമ്മുടെ ശത്രുക്കളെ കൊണ്ട് തന്നെ നമ്മെക്കുറിച്ച് നല്ല വാക്ക്, 4 വാക്ക് നല്ലത് നമ്മളെക്കുറിച്ച് പറയിപ്പിക്കാൻ കഴിയുന്നവനാണ് ആര്? കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. അപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളിലെ തിന്മകൾ, നമ്മുടെ ശത്രുക്കൾ നമ്മെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിലെ തിന്മകളിലേക്കല്ല വചനം ഫോക്കസ് ചെയ്യുന്നത്. എന്നാലും അയാളത് പറയാൻ പാടില്ലായിരുന്നു എന്നല്ല വചനം പറയുന്നത് അതൊരു പ്രവചനമായിരുന്നു, അത് ആത്മാവിൽ നിറഞ്ഞ് പറഞ്ഞതാണ് എന്നാണ്. അതിലൊരു നന്മ കണ്ടെത്തുകയാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള സഹനങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ എതിർക്കുന്നവരിൽ, നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധികളിൽ, സംഘർഷങ്ങളിൽ എന്തൊളിഞ്ഞു കിടക്കുന്നുണ്ട്? ഒരു നന്മ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു രക്ഷാകര ചരിത്രം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്, ഒരു പ്രവചനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരു തിന്മ ഒഴിവാകുന്നതിനു വേണ്ടി ഞാനിപ്പോൾ സഹിക്കുന്നത് നല്ലതാണ്. ഒരു പാപത്തിൻ്റെ പരിഹാരത്തിൻ്റെ ഫലമായി ഞാനിപ്പോൾ ഒരു കാരണവും കൂടാതെ പഴി കേൾക്കേണ്ടി വരുന്നത് നല്ലതാണ്. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എനിക്ക് ഒരു രോഗമുണ്ടാകുന്നത്, എനിക്കൊരു സഹനമുണ്ടാകുന്നത്, എനിക്കൊരു സങ്കടമുണ്ടാകുന്നത് നല്ലതാണ്. ആ സങ്കടത്തെ ഞാൻ രക്ഷാകര സംഭവമായി സമർപ്പിക്കുന്നു. ഈശോയെ, എൻ്റെ ഈ വേദനയെ ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ അകാരണമായി കേട്ട ഒരു വഴക്ക്, ഒരു വഴിപറയലിനെ, ഒരു കുത്തി നോവിക്കലിനെ, ഒരു കാര്യമില്ലാതെ ഞാൻ ഈ സഹിക്കേണ്ടി വന്നതിനെ ഞാൻ ഈ കുരിശിനോട് ചേർത്ത് വയ്ക്കുന്നു. അങ്ങനെ കുരിശിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ എൻ്റെ സഹനം മറ്റുള്ളവർ നശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സഹനമായി മാറുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഒരു വെളിച്ചം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ, സങ്കടങ്ങളെ നമുക്ക് എളുപ്പത്തിൽ അതിജീവിക്കാനായിട്ട് സാധിക്കും. സങ്കടങ്ങളിൽ നമ്മൾ തളർന്നു പോവുകയില്ല. കാരണം നമ്മുടെ സങ്കടങ്ങൾക്ക് അതിലും വലിയ ഒരു രക്ഷാകരമായ പർപ്പസുണ്ട്, രക്ഷാകരമായ ലക്ഷ്യമുണ്ട്. നമ്മുടെ സഹനങ്ങളൊന്നും ലക്ഷ്യമില്ലാത്ത സഹനങ്ങളല്ല. നമ്മൾ ചോദിക്കേണ്ടി വരികിൽ, ഞാൻ ഈ വെറുതെ കിടന്ന് സഹിക്കുന്നത് എന്തിനാണ്? അല്ലേ? അങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. എന്താണ് ഞാൻ ഈ വെറുതെ കിടന്ന് സഹിക്കുന്നത്? ഞാൻ സഹിക്കുന്നത് എന്തിനാണെന്നല്ല, ഞാൻ ഈ വെറുതെ കിടന്ന്, ഈ വെറുതെ എന്ന് പറയുന്ന വാക്ക് മാറ്റിയാൽ മതി, പ്രശ്നം മാറും. ഞാൻ സഹിക്കുന്നത് വെറുതെയല്ല, ഞാൻ സഹിക്കുന്നത് അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് അവിടെ കൊണ്ടുവന്ന് വാക്ക്, ആ വെറുതെ എന്നുള്ള വാക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് വേറൊരു വാക്കെടുത്ത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. എന്താണ്? അനേകരുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ സഹിക്കുന്നത് ലാഭകരമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാന കേന്ദ്രത്തിൽ നിങ്ങൾ ത്യാഗപൂർവം ഏറ്റെടുക്കുന്ന എല്ലാ സഹനങ്ങളും വെറുതെയുള്ള സഹനമല്ല. ആ സഹനം രക്ഷാകരമായ അനേകരുടെ രക്ഷയ്ക്ക് ഉപകരിക്കുന്ന സഹനമാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.
കർത്താവ് നമുക്ക് ഇന്ന് നൽകുന്ന ഈ ഒരു വചനബോധ്യം നമ്മുടെ ഹൃദയത്തെ കുറച്ചുകൂടെ പ്രകാശമുള്ളതാക്കി, നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ പ്രകാശമുള്ളതാക്കി മാറ്റട്ടെ. നമ്മുടെ സഹനങ്ങൾ മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഭാര്യയുടെ സഹനം ഭർത്താവിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി, ഭർത്താവിൻ്റെ സഹനം ഭാര്യയുടെ നവീകരണത്തിന് വേണ്ടി, മാതാപിതാക്കളുടെ സഹനങ്ങൾ മക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി, മക്കളുടെ വേദനകൾ മാതാപിതാക്കളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഒക്കെ ഉപകരിക്കുമെന്ന് വചനത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നു. ഒരാളുടെ സഹനം, ഒരാളുടെ മരണം, ഒരാളുടെ രോഗം, ഒരാളുടെ വേദന അനേകർക്ക് രക്ഷ കൊണ്ടുവരും. ഒരാളുടെ കുരിശുമരണം, ഈശോയുടെ കുരിശുമരണം മനുഷ്യകുലത്തിന് മുഴുവൻ രക്ഷാദായകമായി മാറിയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇന്ന് വളരെ പ്രത്യേകമായി വന്നുപോയ എല്ലാ വീഴ്ചകളെയും ഓർത്ത് അനുധവിച്ചുകൊണ്ട് ഈ സഹനത്തിൻ്റെ രക്ഷാകര മൂല്യം മനസ്സിലാക്കുന്നതിൽ നമുക്ക് വന്ന പരാജയങ്ങളെ, അപജയങ്ങളെ ഓർത്ത് അനുധവിക്കാം. നമ്മുടെ സഹനങ്ങളെ രക്ഷാകരമായി സമർപ്പിക്കാൻ കഴിയാതെ പോയതിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയ ചിന്തകളിൽ, വാക്കുകളിൽ, പ്രവൃത്തികളിൽ വന്ന വീഴ്ചകളെ ഓർത്ത് അനുദപിച്ച് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ. കർത്താവ് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ 7 നിയോഗങ്ങൾ ഈ രാത്രിയിൽ നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കാം. വ്യക്തിപരമായ നിയോഗങ്ങൾ, കുടുംബത്തിൻ്റെതായിട്ടുള്ള നിയോഗങ്ങൾ, പരീക്ഷകൾ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, ഭാവിയെക്കുറിച്ച് ഉചിതമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാനുള്ള കൃപാവരവും ജ്ഞാനവും വിവേകവും ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുരുത്തിപ്പുറത്ത് സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയ അങ്കണത്ത് 5 ദിവസത്തെ തുരുത്തിപ്പുറം മേഖലാ ബൈബിൾ കൺവെൻഷൻ നടക്കുന്ന ഈ 5 ദിവസങ്ങളിൽ അതിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അനുകൂലമായ കാലാവസ്ഥയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് കരങ്ങൾ ഉയർത്തി 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. ഈശോയേ, 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 ഈശോയേ.
നമുക്ക് മുട്ടുകുത്താം. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. ഈ ഭൂമിയുടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള എല്ലാ മക്കളെയും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുകയും ഒരനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്യട്ടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. സാധിക്കുന്ന എല്ലാവരും ശിരസ് തറയിൽ മുട്ടിച്ച് ഈശോയെ ആരാധിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി. നാളെ സന്തോഷത്തോടുകൂടെ ഉണർന്നെഴുന്നേറ്റ് ദിവ്യരാജ്യ ശുശ്രൂഷകളിൽ വ്യാപൃതരാകാൻ കൃപ ലഭിക്കുന്ന ഒരു ദൈവാനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.